കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം വലിയ ആവേശത്തിലാണ്. ഒരു ഗംഭീര തിരിച്ചുവരവ് നടത്തിയതിന്റെ ആ ഒരു ആവേശം എല്ലാവർക്കും ഉണ്ട്. പ്രത്യേകിച്ച് 3-0 വിജയം ചെന്നൈയിനെതിരെ നേടാൻ സാധിച്ചു. അപ്പൊ അതിനൊപ്പം തന്നെ മറ്റൊരു സന്തോഷം കൂടിയുണ്ട്. കാരണം നമ്മുടെ പ്രിയപ്പെട്ട താരം, നമ്മുടെ സ്വന്തം അഡ്രിയാൻ ലൂണ ഫോമിൽ തിരിച്ചെത്തി എന്നുള്ളൊരു ഘടകം കൂടിയുണ്ട്. ഇത് വരും മത്സരങ്ങളിലൊക്കെ വലിയ ഗുണം ബ്ലാസ്റ്റേഴ്സിന് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ലൂണയുടെ ആ ഒരു മാജിക്കൽ ടച്ച്, ആ ഒരു ക്രിയേറ്റിവിറ്റി, മിഡ്ഫീൽഡ് മജീഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്ന ആ ഒരു മാന്ത്രികത തിരികെ വരുന്ന കാഴ്ചയാണ് കഴിഞ്ഞ മത്സരത്തിൽ കണ്ടത്. ലൂണ വളരെ ആസ്വദിച്ച് കളിക്കുന്നതായി തോന്നി. കാരണം കഴിഞ്ഞ മത്സരങ്ങളൊക്കെ അദ്ദേഹത്തിന് പ്രഷർ ഉണ്ടായിരുന്നു. ആ പരിക്ക് മാറി അതിനുശേഷം ആരോഗ്യപരമായുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം തിരിച്ചെത്തിയപ്പോൾ ആ ഒരു പഴയ പ്രഭാവത്തിലേക്ക് വരാൻ സാധിച്ചിരുന്നില്ല. അപ്പം ബ്ലാസ്റ്റേഴ്സിന്റെ ഗെയിം എന്ന് പറഞ്ഞാൽ ലൂണയെ കേന്ദ്രീകരിച്ചായിരുന്നു. കഴിഞ്ഞ 3 സീസണിലും ബ്ലാസ്റ്റേഴ്സിനെ പ്ലേ ഓഫ് വരെ എത്തിക്കുന്നതിൽ വലിയ റോള് വഹിച്ച ഒരു താരമാണ് യുറുഗ്വേൻ മിഡ്ഫീൽഡറായ അഡ്രിയാൻ ലൂണ. അപ്പൊ ലൂണ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്വന്തം താരത്തെ പോലെയാണ്, ഒരു മലയാളി താരത്തെ പോലെയാണ് നമ്മൾ അദ്ദേഹത്തെ കാണുന്നത്. യുറുഗ്വേയിൽ നിന്ന്, ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് വന്ന ഒരു പ്ലെയർ ആണെന്ന് നമുക്ക് ഒരിക്കലും തോന്നുന്നില്ല. കാരണം ആ രീതിയിൽ അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റ്, ആ ഒരു ടീമിനോടുള്ള ഒരു ആത്മാർത്ഥത അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പൊ എന്തായാലും ലൂണ വളരെ ആസ്വദിച്ചാണ് കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈയിനെതിരെ കളിച്ചത്. അദ്ദേഹം ഒരുപാട് സ്പേസസ് ഒക്കെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ അദ്ദേഹം കളിക്കുന്നത് കാണുമ്പോൾ വളരെ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് ഇനിയുള്ള അടുത്ത മത്സരങ്ങളിലൊക്കെ ലൂണ ചാർജ് ആകുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടാകുന്ന ഒരു ഇമ്പാക്ട്, പ്രത്യേകിച്ച് ലെഫ്റ്റ് വിങ്ങിൽ നൗഹ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ മികച്ച രീതിയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് അദ്ദേഹം കളിക്കുന്നു. അതിനൊപ്പം റൈറ്റ് വിങ്ങിലാണെങ്കിൽ കോറോ സിംഗിന്റെ ഒരു സാന്നിധ്യം വളരെ സജീവമായിട്ട് നിൽക്കുന്നു. അതിനൊപ്പം അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ റോളിൽ ആ ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കിംഗ് എബിലിറ്റി എന്നുള്ള രീതിയിൽ ലൂണയുടെ ഒരു സാന്നിധ്യം കൂടി വരുമ്പോൾ ടീം ശരിക്കും സെറ്റായെന്ന് നമുക്ക് തോന്നുന്നു. ലൂണയുടെ ഒരു കോൺട്രിബ്യൂഷൻ കഴിഞ്ഞ മത്സരത്തിൽ വളരെ വലുതായിരുന്നു. ആദ്യ ഗോളിന് പ്രീ അസിസ്റ്റ് നൽകിയത് ലൂണയാണ്. ലൂണയുടെ ഒരു മാജിക്കൽ അല്ലെങ്കിൽ ഒരു ബ്രില്യൻ്റ് ആയുള്ള ഒരു റണ്ണിന് ശേഷമാണ് ആ പന്ത് ബോക്സിലേക്ക് വരുന്നത്. അതാണ് കോറോ സിംഗ് മറിച്ച് നൽകി ജീസസ് എമിനസ് സ്കോർ ചെയ്തത്. പിന്നെ അതുകൂടാതെ തന്നെ രണ്ടാമത്തെ ഗോളിന് അസിസ്റ്റ് നൽകിയത് ലൂണയായിരുന്നു. അതാണെങ്കിൽ വളരെ മികച്ചൊരു ത്രൂ ബോളായിരുന്നു. അതിൽ നിന്നാണ് നോഹ സ്കോർ ചെയ്തത്. അപ്പൊ നോഹയും ലൂണയും ചേർന്നുള്ള ആ ഒരു കോമ്പിനേഷൻ, അത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, അതായിരിക്കും ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഗെയിം ചേഞ്ചറായി മാറാൻ പോകുന്നതെന്ന്. പക്ഷേ ദൗർഭാഗ്യകരമായുള്ള പരിക്കുകളൊക്കെ കാരണം ആ ഒരു കോംബോ പൂർണ്ണമായും ഒരു വർക്കൗട്ട് ആയിരുന്നില്ല കഴിഞ്ഞ മത്സരങ്ങളൊക്കെ. എന്തായാലും അത് വർക്കൗട്ട് ആയിരിക്കുകയാണ്. അപ്പൊ അതൊരു പോസിറ്റീവായുള്ള കാര്യമാണ്. അപ്പം അഡ്രിയാൻ ലൂണയുടെ ഒരു സാന്നിധ്യം, അദ്ദേഹം വീണ്ടും ആ ഒരു സ്വതസിദ്ധമായ രീതിയിൽ കളിക്കുന്നു എന്നത് നമുക്ക് വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഇനി വലിയ പോരാട്ടങ്ങളാണ് വരുന്നത്. അടുത്ത മത്സരം ഗോവയുമായിട്ടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ബംഗളൂരു കാത്തിരിക്കുന്നുണ്ട്. അത് എവേ മത്സരമാണ്. പിന്നെ മോഹൻ ബഗാൻ. അപ്പൊ ഈ ഒരു 3 മത്സരങ്ങളായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ ഗതിവിഗതികളെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ച് ആ ഒരു പെർഫോമൻസ് ബ്ലാസ്റ്റേഴ്സിന് കാഴ്ചവെക്കണമെങ്കിൽ ലൂണയുടെ ആ ഒരു സെൻട്രൽ ഫിഗർ എന്നുള്ള രീതിയിൽ ലൂണയുടെ ഒരു കോൺട്രിബ്യൂഷൻ വളരെ പ്രധാനമാണ്. അപ്പൊ എന്തായാലും ലൂണ ആ ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു എബിലിറ്റി, പ്രത്യേകിച്ച് ഗെയിം റീഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, പിന്നെ ആ ഒരു വേഴ്സറ്റാലിറ്റി, പിന്നെ അതുകൂടാതെ തന്നെ ആ ഒരു ക്രിയേറ്റിവിറ്റി, അതെല്ലാം നമുക്ക് കൈമോശം വന്നിരുന്നു. അത് തിരികെ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ലൂണയുടെ ആ ഒരു മാസ് കംബാക്ക് അത് വലിയൊരു ആശ്വാസമാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നൽകുന്നത്. ലൂണയെ എഴുതിത്തള്ളുന്ന രീതിയിലുള്ള ചില പ്രസ്താവനകളൊക്കെ ചില കോണുകളിൽ നിന്നൊക്കെ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ലൂണയുടെ ഭാഗത്ത് നിന്ന് നല്ല പെർഫോമൻസ് വരുന്നില്ല. അപ്പൊ ചില ആളുകളൊക്കെ വിമർശിച്ചിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ, ലൂണയുടെ കാലം കഴിഞ്ഞു, ലൂണ ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല, ലൂണയ്ക്ക് പകരം ആരെങ്കിലൊക്കെ കണ്ടെത്തണം എന്നുള്ള രീതിയിലുള്ള കാഴ്ചപ്പാടുകളും ഒപ്പീനിയൻസും ഒക്കെ വന്നിരുന്നു. എന്തായാലും ലൂണ താൻ തീർന്നിട്ടില്ലെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. തൻ്റെ കയ്യിൽ മരുന്ന് ഇനിയുമുണ്ട് എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അഡ്രിയാൻ ലൂണയുടെ ഒരു തിരിച്ചുവരവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.